കളിച്ചേ പ്ലീസ് കുറച്ച് ചെല്ലാൻ അങ്ങോട്ട്. പെണ്ണിന്റെ ഒരു കളി. ഈ പെണ്ണൊരു വാദ്യായനിയാവും എന്നുള്ളതിന് ഒരു മാറ്റവും ഇല്ല. അമ്മയ്ക്കൊന്നും പോവായിരുന്നില്ല അമ്മ, ഇത്ര അടുത്തൊരു മരിപ്പുണ്ടായിട്ട്, അതും ചെറിയ കൊച്ച്. എന്റെ പൊന്നു മോളെ, എന്റെ കാലും കടച്ചേണ്ടി വയ്യാതെ ഞാൻ അവിടെ കാണും ചെന്ന് മറിഞ്ഞു വീണാ പിന്നെ എന്റെ കാര്യം തീർന്നത് തന്നെ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയിട്ട് വരി. അമ്മ എങ്ങനെ അമ്മ പോണേ? എനിക്ക് ആലോചിക്കാൻ വയ്യ. എത്ര പ്രായം ഉണ്ടാവക്ക്? എന്തിനാ ഈ കാണാൻ ചെല്ലാൻ മൂലയിലോട്ടൊക്കെ പഠിക്കാനാന്ന് പറഞ്ഞ് വിടുന്ന പിള്ളേരെ? എന്നിട്ട് പ്ലെയിനിന്നും ട്രെയിനിന്നൊക്കെ വീണ് ചാവുകയും ചെയ്യും. അത് അങ്ങനെയൊന്നുമില്ല. പഠിക്കാൻ എവിടെ വിട്ടാലും വിട്ടില്ലെങ്കിലും വരാനുള്ളത് വഴി തങ്ങൂല. സമയമാകുമ്പോ അതൊക്കെ സംഭവിക്കുന്ന. അല്ല, ഇവന് ഈ വയസ്സുകാലത്ത് തന്നെ എങ്ങനെ ഇടുന്നവരുന്ന ഈ കൊച്ചു പിള്ളേരൊക്കെ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുപോണത്? ഇനിയിപ്പം പ്രായമൊന്നും അതിനൊരു വാതകമല്ല മരണത്തിന്. സമയാവും. ഒരു തുണിക്കെട്ടാറ്റേ ഉള്ളൂ, ഒന്നും കിട്ടിയിട്ടില്ല. അല്ല, എപ്പോഴും ജഡം എടുക്കും? അവിടെ ആരൊക്കെ വരാനുണ്ട്. ആ ചേച്ചി കരയണ കണ്ടിട്ട് സഹിക്കണില്ലാന്ന്. അല്ല നാത്തൂനെ, ക്ലീറ്റോ ചേട്ടന്റെ കുഞ്ഞമ്മ മരിച്ചിട്ട് പോയിന്നോണ്ട് വന്നില്ല ഇതുവരെ. ക്ലീറ്റോ വന്നില്ല, അത് പിന്നെ പ്രായമായി കിടന്നുവെച്ചത്. അല്ലെങ്കിൽ തന്നെ നമ്മളോട് വലിയ ബന്ധമൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒന്നുള്ളതല്ലാതെ. നാത്തൂനൊന്ന് പോണമായിരുന്നു. എന്ത് കാര്യത്തിന്? ഞാൻ കണ്ടിട്ടും കൂടി ഇല്ല അവരെ. ഇതങ്ങനെയാണ്, അവള് പാവാടയും ബ്ലൗസ് ഇട്ട് നടക്കണത് എന്റെ മുമ്പിൽ ഇപ്പോഴും ഓർമ്മ. പൊന്നോ, ഈ പാടത്തിന്റെ അപ്പുറം ആരോ മരിച്ചെന്ന് പറഞ്ഞ ആരാമേ? അത് ഞാൻ അപ്പോഴേ വിചാരിച്ച ആ മരണം ഒരു വല്ലാത്ത ദുർമരണമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു മരണത്തിന്റെ അന്ന് ഉണ്ടല്ലോ, വെള്ളിയാഴ്ചയായിരുന്നത്. ദൈവസത്യമായിട്ടും വെള്ളിയാഴ്ച മരണം ഉണ്ടായാൽ അടുത്തടുത്തൊരു 4-5 മരണം നടക്കുമെന്നാ പറയുന്നത്. അല്ല, ഒരു കാലം കാക്കിടന്ന് കുറുകുന്നത് കേട്ടില്ലയോ? ഇനിയിപ്പൊ ആരെ കൊണ്ടുപോകാനാണ് എന്താ കാലം കോഴി ഇങ്ങനെ പോകുന്നത്? അതിപ്പോ ആരെന്നൊന്നുമില്ല, വന്ന് വിളിച്ചാ പോയേ പറ്റൂ. എന്നെ അങ്ങെടുത്തെങ്കിലും എനിക്ക് സങ്കടമില്ലെങ്കിൽ കൊച്ചു പിള്ളേരെയൊക്കെ എടുത്തോണ്ട് പോകണം. ഞാൻ ആര് ഭരിച്ചാലും പ്രശ്ന, പ്രായമായവരാണെങ്കിലും ചെറിയ പിള്ളേരാണെങ്കിലും. ഇതാ കൊച്ചാ പാവടയും ബ്ലൗസ് ഇട്ടൊന്നും നടക്കണത് എന്റെ കണ്ണീന്ന് പോണില്ല. എങ്ങനെയല്ലേ വിശ്വസിക്കണേ? ഇന്ന് കാണാതെ നാളെ കാണുന്നില്ല. അവരാരെങ്കിലും വിചാരിച്ചോ? എവനെന്തോന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിക്കുന്നത്? എടാ, നീ പോണില്ലേ? എന്താ നിക്കണേ? സമയായി. ഇവൻ പോയില്ല ഇത്ര നേരമായിട്ട്. ഇവനെന്ത് പോവാത്ത? ഇത് കഷ്ടമെന്ന് പറയാ. പോടാ. എന്താ വേണ്ട, ഞാൻ എടുത്തു തരാം. കടന്നല് കുത്തിയ മുഖത്ത്. ക്ലീറ്റോ ഇവിടെ ഇല്ല. മോനെ, പോകുന്ന വഴിയിൽ ആ മരണ വീട്ടിൽ കൂടെ ഒന്ന് കയറിയേക്കന്നെടാ. പിള്ളേരടുത്ത് പറഞ്ഞു 2 പേർക്കും പേടി. ഇത് വേണ്ടേ? തൊപ്പി. മിണ്ടാതെ പോണത് എന്തിയടാ? ഇവനെന്ത് പറ്റിയത്? നമുക്കെന്നൊന്ന് പോയിട്ട് വരാം. നാത്തും ചെല്ല, എനിക്ക് വേണ്ട. ഫാസിലെ, നീ എവിടെ? വേണ്ട അങ്ങോട്ടൊന്ന് പറഞ്ഞോളൂ, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ശരി അച്ഛൻ, ഓക്കെ. എന്താണ് പേടിച്ചാ? കിടന്നു ഞാനേ വെറുതെ കിടക്കാന്ന് ഓർത്ത് മുട്ടിയതാണ്. മരണം വാതിൽക്കലൊരു മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ മരണം. എന്താടാ അങ്ങനെ ഒരു പാട്ടും പാടിക്കൂലേ മനുഷ്യനാ? ഇവനിത് എന്ത് പറ്റി? ഇന്നലെ ഉറങ്ങിയില്ലേ? മരണമെത്തുന്ന നേരത്ത്
കാത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണമെത്തുന്ന എന്താണിത്? ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞത്? പാട്ടും പാടിക്കില്ല. അതെ, ഞാൻ ബില്ലടക്കാത്തവരുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്, നമുക്ക് പോയി കട്ട് ചെയ്യാവാ. ഫീസൂരാന്ന് വാ, അതേ ലിസ്റ്റ്. കനക, ഇത് ഊരണ്ടേ? ഇത് ഞാനൊന്നും വരുന്നില്ല. ഞാൻ വരുന്നില്ല തന്നെ. എന്ത്? പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന ഫീസ് വരാനൊന്നും ഞാനില്ല. എടോ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തീർന്നു പോകുന്നതാണ് മനുഷ്യജീവിതം, അത് മനസ്സിലാക്കുക. എടാ കനക, കണ്ണടച്ച് തുറക്കാൻ ശരാശരി 60 കൊല്ലമെങ്കിലും വേണ്ടി വരും. നീ കളി കളഞ്ഞിട്ട് വന്നേ, നമുക്ക് ഡ്യൂട്ടി ചെയ്യാം. എന്ത് ഡ്യൂട്ടിയടോ? നാളെ കത്തിയെരിയുന്ന ചെതയിൽ ഭസ്മമായി തീരേണ്ടതാണ് നമ്മുടെ ശരീരം. ആ ശരീരം എന്ത് ഡ്യൂട്ടി ചെയ്യുന്ന ഈ പറയുന്നത്? എന്താ കനക ഇത്, നിനക്ക് വട്ടായ? ഇന്ന് ഫീസ് ഊരിയില്ലെങ്കിൽ ചീഫ് എഞ്ചിനീയർ നമ്മുടെ ഫീസ് ഊരും. നീ തമാശ കളഞ്ഞിട്ട് വന്നേ. തമാശ? എല്ലാം തമാശയാണടോ. ഓരോ തരം തമാശകൾക്ക് വേണ്ടി ജഗദീശ്വരൻ ഭൂമിയിലേക്ക് അയക്കുന്ന മാംസത്തിൽ പൊതിഞ്ഞ ആത്മാക്കളാണ് നാം എല്ലാവരും. നശ്വരമായ ജീവിതം തന്നെ വലിയൊരു തമാശയാണ്. ഞാനിപ്പോ ഈ ലിസ്റ്റ് എന്ത് ചെയ്യണമെന്ന് നീ പറ. അത് തീയിലേക്ക് അറിയടോ, കത്തി അമരട്ടെ. ഇഹലോകം ഉപേക്ഷിച്ചു പോകുന്ന മനുഷ്യ ശരീരം പോലെ അത് കത്തി അമരട്ടെ. കറണ്ട് ചാർജ് അടയ്ക്കാൻ കഴിയാത്ത പാവങ്ങളുടെ കണ്ണീര് അങ്ങനെ എന്നേക്കുമായി നിലയ്ക്കട്ടെ. അവരുടെ അന്തർഗൃഹങ്ങളിലെല്ലാം അങ്ങനെ പ്രകാശം പരക്കട്ടെ. അത് നമ്മുടെ അനശ്വരമായ ആത്മാവിന് ചൈതന്യമായി ഭവിക്കട്ടെ. ഞാനെന്നിവിടെ കുറച്ചു നേരം ഇരിക്കട്ടെ. എടാ കനക, നീ എന്നെ വെറുതെ ശശിയാക്കാൻ വേണ്ടിയിട്ട് നാടകം കളിക്കല്ലേ? നാടകം? എടോ, സൃഷ്ടി സ്ഥിതി സംഹാരം ഇതൊക്കെ നാടകങ്ങളാണ്. ഇതൊക്കെ KT മൂവ്മെന്റ് നാടകങ്ങളാണ്. നീ പറയാതെ തന്നെ എനിക്കറിയാം. പ്രപഞ്ചമാണ് വേദി, നമ്മളെല്ലാവരും അവിടുത്തെ ആട്ടക്കാരാണ്. കനക, ഇന്ന് ഇവിടെ ഫീസ് ഊരണം. നീ വരണണ്ടായില്ലോ? ഞാൻ വരുന്നില്ല. എഴുന്നേറ്റടാ, എഴുന്നേക്കാൻ. എങ്ങോട്ട്? ഫീസ് ഊരാൻ പോണില്ല, വേറെ എങ്ങടെങ്കിലും പോവാ. എഴുന്നേക്കാനല്ല പറഞ്ഞ, എഴുന്നേറ്റാ. പക്കിണ്ടിയാൻ കുത്തുകാണിക്കടാ, നടക്കാൻ. Alien versus alien.